കേരളമാകെ കണ്ടൽ വനമൊരുക്കാൻ 50,000 കണ്ടൽ ചെടികളുടെ നഴ്സറിയുണ്ടാക്കി പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനായ നീലേശ്വരത്തെ ദിവാകരൻ കടിഞ്ഞുമൂല. ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിയാണ് ആദ്യ വിത്തിറക്കി നഴ്സറിക്ക് തുടക്കം കുറിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരളത്തിലെ കടൽ തീരങ്ങളിലും കായൽ നദീതീരങ്ങളിലുമെല്ലാം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നീലേശ്വരത്തെ പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ PV ദിവാകരൻ കടിഞ്ഞുമൂല. ഇതിന്റെ ഭാഗമായി ഇദ്ദേഹം ഈ വർഷം 50,000 കണ്ടൽ ചെടികളാണ് തന്റെ സ്വന്തം നഴ്സറിയിൽ നട്ടുവളർത്തുന്നത്. ഇതിന്റെ വിത്തിടൽ ചടങ്ങ് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് M.L. അശ്വിനി ഉദ്ഘാടനം ചെയ്തു. വളരെ ഒരു ഹാപ്പി മൊമെന്റ്സിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നുള്ളത്. എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ കർണാടകയിലെ ഒരു സ്ത്രീയെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. സാലു മറത തിമ്മക്കാന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. മീൻസ് ആ സ്ത്രീയും അങ്ങനെ കുറേ ട്രീസ് ഈ പ്ലാന്റേഷൻ നട്ടുകൊണ്ടും അത് എണ്ണാൻ സാധിക്കാത്ത തൈകളാണ് നട്ടിട്ട് വളർത്തിച്ചിട്ട് ആ പെണ്ണുങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് ആ ചെടികളെ വളർത്തിയെടുത്തത്. ആ സ്ത്രീക്ക് നമ്മളെ രാഷ്ട്രപതിയാണ് ഒരു അവാർഡ് നൽകിയത്. അപ്പോൾ എനിക്ക് ആ കൺമുമ്പിൽ വരുമ്പോൾ ദിവാകരേട്ടനും പോലും അതേപോലെ ഒരു അവാർഡ് മേടിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ്. ചടങ്ങിൽ തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശ രമങ്ങാനും അധ്യക്ഷത വഹിച്ചു. തുരുത്തിക്കഴകം പ്രസിഡന്റ് KV അമ്പാടി, മുൻ നഗരസഭാ കൗൺസിലർ PV വിനയരാജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉദിനൂർ സുകുമാരൻ, KT കുഞ്ഞികൃഷ്ണൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത്, സേവാഭാരതി ജില്ലാ സെക്രട്ടറി സംഗീത വിജയൻ എന്നിവർ സംസാരിച്ചു. തൈക്കടപ്പുറം നെയ്തൽ പ്രസിഡന്റ് പ്രവീൺ കുമാർ സ്വാഗതവും ദിവാകരൻ കടിഞ്ഞുമൂല നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ കണ്ടൽ വന വിസ്തൃതി വലിയ തോതിൽ കുറഞ്ഞു വരുമ്പോഴാണ് ചതുപ്പ് നിലങ്ങളിലും അഴിമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലും കണ്ടൽ വനമുണ്ടാക്കാനുള്ള ശ്രമകരമായ ദൗത്യവുമായി ദിവാകരൻ കടിഞ്ഞുമൂല രംഗത്തിറങ്ങിയിരിക്കുന്നത്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് കണ്ടൽ ചെടികൾ ഇദ്ദേഹം എത്തിച്ചു കൊടുക്കും. വിദ്യാലയങ്ങൾ, സന്നദ്ധ സംഘടനകൾ, ആരാധനാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ചെടികൾ അന്വേഷിച്ച് ദിവാകരനെ തേടി എത്തുന്നുണ്ട്. ഇവർക്കെല്ലാം ഇദ്ദേഹം തൻ്റെ നഴ്സറിയിൽ തയ്യാറാക്കിയ 6 മാസം പ്രായമുള്ള കണ്ടൽ ചെടികൾ നൽകും. താഴ്ന്ന പ്രദേശങ്ങളിൽ നടുന്നതിന് 1.5 മീറ്റർ ഉയരമുള്ളതും 3 വർഷം വരെ പ്രായമുള്ളതുമായ കണ്ടൽ തൈകളാണ് നൽകുക. ജീവനം എന്ന പേരിൽ സ്വന്തമായി പദ്ധതിയുണ്ടാക്കി ഇതിനോടകം 3 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്ത ദിവാകരൻ കടിഞ്ഞുമൂലയെ തേടി 15ഓളം പുരസ്കാരങ്ങളുമെത്തി. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.